ഭാര്യയുടെ പരാതി പ്രളയത്തിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ സമയത്താണ് എന്തോ ആവലാതി ബോധിപ്പിക്കാനായി ഒരു ആഗതൻ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽക്കലെത്തിയത്. കാര്യം തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല അമീർ, അതിനി പറയുന്നില്ല. അത് അങ്ങയെ കൊണ്ട് പരിഹരിക്കാൻ സാധ്യമല്ല എന്നെനിക്ക് ഇപ്പോൾ മനസ്സിലായി. ക്ഷിപ്രകോപിയായ ഉമറിന് നിയന്ത്രിക്കാനായില്ല. എന്ത്, നീതി നടപ്പാക്കാൻ കഴിയാത്തവനാണ് ഞാനെങ്കിൽ ഈ സ്ഥാനത്ത് തുടരാൻ എനിക്ക് അർഹതയില്ല. താങ്കൾ കാര്യം എന്താണെന്ന് പറഞ്ഞേ തീരൂ. അയാൾ വിനയത്തോടെ മൊഴിഞ്ഞു. അമീർ, താങ്കൾ ഇത്ര പരശ്യനാവാൻ മാത്രം ഒന്നുമില്ല. വീട്ടിലെത്തുമ്പോൾ സ്ഥിരമായി അതും ഇതും പറഞ്ഞ് എന്നെ ശകാരിച്ചും സ്വൈര്യം കെടുത്തുന്ന എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ് ഒരു പരിഹാരം അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്ന് വാതിലിന് മുട്ടിയത്. പക്ഷേ രാജ്യം ഭരിക്കുന്ന, പേര് കേട്ടാൽ ചെകുത്താൻ പോലും മാറി നടക്കുന്ന വീരശൂര പരാക്രമിയായ അങ്ങ് പോലും സ്വന്തം ഭാര്യയുടെ മുന്നിൽ ശബ്ദം നിലച്ചു നിൽക്കുമ്പോൾ ഞാൻ അക്കാര്യം എങ്ങനെ അങ്ങയുടെ മുന്നിൽ പറയും? അതുകൊണ്ടാണ് ശ്രമം ഉപേക്ഷിച്ച് തിരികെ നടന്നത്. കോപിഷ്ഠനായ ഖലീഫയുടെ മുഖത്ത് ഇത് കേട്ടപ്പോൾ ഇളം ചിരി വിരിഞ്ഞു. ഓ, അതാണോ സഹോദര കാര്യം? ഇരിക്കൂ, ഞാൻ പറയാം, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ ആരംഭിച്ചു. നോക്കൂ, നമ്മുടെ ഭാര്യമാർ എത്രമാത്രം ത്യാഗം ചെയ്യുന്നു. ഒരു പരിചയമില്ലാത്ത കൈകളിൽ പിതാവ് ഏൽപ്പിച്ച അന്നു മുതൽ നമ്മെ മാത്രം വിശ്വസിച്ചും സ്നേഹിച്ചും വീട് വിട്ടവർ നമുക്കായി ഭക്ഷണം സമയാസമയം ഒരുക്കുന്നു, നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്നു, നമ്മുടെ വീട് വൃത്തിയാക്കുന്നു, നമ്മുടെ അഭാവത്തിലും വീട്ടിലെത്തുന്ന അതിഥികളെയും അയൽക്കാരെയും സ്വീകരിക്കുന്നു, നമ്മുടെ കുട്ടികളെ ശുശ്രൂഷിച്ച് സമയാസമയങ്ങളിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. സത്യത്തിൽ മിതമായ പകുതി ഉത്തരവാദിത്വമെങ്കിലും ഈ കാര്യത്തിൽ പേറേണ്ട നാം എന്ത് പങ്കാണ് ഈ കാര്യത്തിൽ നിറവേറ്റുന്നത്? പുലർച്ചെ വീട് വിട്ടിറങ്ങുന്ന ഞാൻ പലപ്പോഴും പാതിരാക്കാണ് വീട്ടിലെത്തുന്നത്. ചിലപ്പോൾ വരാനും കഴിയാറില്ല. എന്നിട്ടും എൻ്റെ വീടും കുടുംബവും അവൾ സംരക്ഷിക്കുന്നു. നിത്യവും വൈകി ഉറങ്ങുന്ന അവർ നേരത്തെ ഉണർന്ന് ഞാൻ ഉണരുമ്പോഴേക്കും ഭക്ഷണപാനീയങ്ങൾ ഒരുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന അവർക്ക് അതിൻ്റെതായ ക്ഷീണവും മാനസിക സംഘർഷവും ഉണ്ടാവില്ലേ? അതൊന്ന് ഇങ്ങനെ പറഞ്ഞു തീർക്കാനെങ്കിലും നാം അവർക്ക് അവസരവും സ്വാതന്ത്ര്യവും നൽകണ്ടേ? ഇനി ഇതൊക്കെ പറഞ്ഞാലും കിടപ്പുമുറിയിലേക്ക് മന്ദഹാസവും പൊഴിച്ചുകൊണ്ട് അവർ അല്പം കഴിഞ്ഞാൽ വരില്ലേ? ആഗതൻ സ്തബ്ധനായി. അയാൾ ചിന്തിച്ചു. ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞ മിഴിയുയർത്തി അയാൾ പറഞ്ഞു, ശരിയാണ് അമീർ, എൻ്റെ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. ഞാൻ പോകുന്നു. ഈ കഥ ദാമ്പത്യ ബന്ധങ്ങളിൽ സഹനവും പരസ്പര ബഹുമാനവും എത്രത്തോളം പ്രധാനമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയുടെ ത്യാഗങ്ങളും സേവനങ്ങളും മനസ്സിലാക്കി അവളുടെ ചെറിയ പിഴവുകൾ ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. അതുപോലെ നമുക്ക് നമ്മുടെ പങ്കാളികളുടെ പരിശ്രമങ്ങളെ അംഗീകരിക്കുകയും അവരുടെ മനസാക്ഷിയെ ബഹുമാനിക്കുകയും ചെയ്യണം. പരസ്പര ബഹുമാനവും സഹനവും ദാമ്പത്യ ജീവിതത്തെ സമാധാനപരവും സന്തോഷകരവുമാക്കും.